എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്ന് രാവിലത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ നാളെ മുതൽ എന്തായാലും ഗീതുവിന്റെ ഗോവിന്ദിന്റെ ബാക്കി എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് വിനോദിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ഈ കോള് വന്ന ഉടനെ വിനോദ് എന്ത് ചെയ്യണം, വല്ലാത്തൊരു വെപ്രാളത്തിലായി. അപ്പൊ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്താ വിനോദേ, എന്ത് പറ്റിന്നൊക്കെ പ്രിയ ചോദിക്കുകയാണ്. പക്ഷെ വിനോദൊന്നും വിട്ടു പറഞ്ഞിരുന്നില്ല. കാരണം മറ്റൊന്നും ആയിരുന്നില്ല. കാരണം വിനോദ് വലിയൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് റിസോർട്ടിലേക്ക് പോണ സമയത്ത് വിനോദിന്റെ ഫ്രണ്ടിന് കാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിനോദിന്റെ ഫ്രണ്ട് ആ കാറ് കൊണ്ടുപോയ സമയത്ത് ആ കാറിനകത്ത് കഞ്ചാവുണ്ടായിരുന്നു, മയക്കുമരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മയക്കുമരുന്ന് പോലീസുകാർ പിടിച്ചു. ഇത് കേട്ടത് ഒരു ഞെട്ടലാണ് അവനിലുണ്ടായത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് ഗീതവും ഗോവിന്ദും റിസോർട്ടിലായിരുന്നു. അവരവരുടെ ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കി ദിവസങ്ങൾ 2 ദിവസം കൂടെ അടിച്ചു പൊളിച്ച് ഇവിടെ ആഘോഷിച്ചിട്ട് തിരികെ മടങ്ങി പോയാൽ മതി. അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു അവര്. ഇനിയിപ്പൊ രാധികാമനെയൊന്നും ഭയക്കണ്ടല്ലോ. അവരിനിയിപ്പൊ അങ്ങോട്ട് എന്താണെങ്കിലും വരാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു സന്തോഷം. ഇനിയിപ്പൊ എന്തായാലും ഇതിനൊക്കെ ശേഷം പോയാമെന്നൊരു ചിന്തയായിരുന്നു ഗീതുവിനും ഗോവിന്ദും. പക്ഷെ അങ്ങനെ ഗീതുവിനോടൊപ്പം ഇരിക്കുന്നുണ്ടല്ലോ ഗോവിന്ദന്റെ ഉള്ളിൽ വേറൊരു ചങ്കെടുപ്പും കൂടി ഉണ്ട്. അനാർക്കലി അമ്മ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഗീതുവിനോടൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ലോ. അപ്പൊ ആ ഒരു വിഷമമുണ്ട്. പക്ഷെ ഗീതുവിനെ പിണക്കാനും പറ്റില്ല. ഗീതുവിന്റെ മുന്നിലെ സന്തോഷം അഭിനയിച്ചേ മതിയാവുള്ളൂ. അത് മാത്രമല്ല, കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ദിവസം കിട്ടുന്നത് തന്നെ. അങ്ങനെ അവര് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയത്താണ് ആ ഒരു ഫോൺ കോൾ എത്തുന്ന ഗീതുവിന്റെ ഫോണിലേക്ക്. കാരണം അത് വിളിച്ചത് മറ്റാരും ആയിരുന്നില്ല, വിലാസിനിയായിരുന്നു. വിലാസിനി ഭദ്രനുമായിരുന്നു. കാരണം ഭദ്രനാണ് വന്ന് വിലാസിനിയോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. വിനോദിന്റെ കാറ് പോലീസ് പിടിച്ചെന്നുള്ള കാര്യം, പോലീസ് പിടിച്ച മയക്കുമരുന്നുമായിട്ടാ പിടിച്ചെന്നുള്ളത്. ഇത് കേട്ടതും വിലാസിനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആരോട് പരാതി പറയണമെന്ന് പോലും അറിയത്തില്ല. അവസാനം ഗീതുവിനെ വിളിച്ച് പറയാൻ തന്നെ തീരുമാനിച്ചു. ഗീതുവിന് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ചിന്തയായിരുന്നു വിലാസിന്റെ ഉള്ളില്. അങ്ങനെ ഗീതുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോവിന്ദനോട് പറയണോ അതോ ഇനിയിപ്പം പറയണ്ടേ? ഇനിയിപ്പോ ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും. പക്ഷെ പറയാതിരുന്നിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകുകയും ചെയ്യും. പിന്നീട് ഗീത രണ്ടും കൽപ്പിച്ച് ഗോവിന്ദനോട് പറയാൻ തന്നെ തീരുമാനിക്കുക. അങ്ങനെ ഗോവിന്ദ് ബാത്റൂമിലായിരുന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഗീത എന്നോട് കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ഇതെന്താ ഗീത നീ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ. സത്യം ഇപ്പൊ അമ്മ വിളിച്ച് പറഞ്ഞാന്ന് പറയണേ. പിന്നീട് ഗോവിന്ദ് തനിക്ക് അറിയാവുന്നവരൊക്കെ വിളിച്ചു നോക്കുക. അപ്പൊ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. മയക്കുമരുന്ന് അതിനകത്തുനിന്ന് പിടിച്ചിട്ടുണ്ട്. ഈ സമയം ഗീത പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും ഗോവിന്ദേട്ടാ നിൽക്കുക, എനിക്ക് അറിയത്തില്ല. എനിക്ക് പ്രിയയുടെ കാര്യം ഓർത്തിട്ടാ വിഷമമുള്ളൂ. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം അവനെ കൊണ്ടുപോയി പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നറിയാലോ. പ്രിയമോൾക്ക് ഡെലിവറി എടുക്കാറായിരിക്കുന്ന സമയത്താ. ഒരു കാരണവശാലും പ്രിയമോളിത് അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. എന്തെങ്കിലും അതിനുമുമ്പ് ചെയ്യണമെന്ന് പറയാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകാന്ന് പറയാം. എനിക്ക് എത്രയും പെട്ടെന്ന് പ്രിയമോളുടെ അടുത്തേക്ക് എത്തണം. ഒരു പക്ഷേങ്കിൽ അവൻ ഇനി വന്ന് പോലീസ് കൊണ്ടുപോകോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവളുടെ കാര്യം തീരുമാനം അറിയാലോ. അവളുടെ മനസ്സിൽ ഇച്ചിരിയെങ്കിലും വിഷമം തട്ടിയിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് ബാധിക്കുന്ന കാര്യമെന്ന് പറയാം. ഗീതമാണ് ശരിയാ, നമുക്ക് ഇപ്പൊ തന്നെ പോകാന്ന് പറയാം. അങ്ങനെ അവർ റൂമും വെക്കേറ്റ് ചെയ്ത് അവിടുന്ന് പോരുവാണ്. ഈ സമയം വല്ലാത്ത ടെൻഷനില്ല രാധികാമ്മ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാധികാമ്മ വന്നപ്പോ അനാർക്കലി ഉണ്ട് വീട്ടില്. അനാർക്കലിനെ എങ്ങനെ പറഞ്ഞുവിടും? അനാർക്കലി ആണെങ്കിൽ പോവാനായിട്ട് കൂട്ടാക്കുന്നില്ല. രാധികമ്മ അനാർക്കലിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അനാർക്കലി, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുന്നേ. ദേ പണം 10 കോടി രൂപ ഞാൻ എങ്ങനെ നിനക്ക് ഉണ്ടാക്കി തരാം. പക്ഷെ നീ ഇവിടെ നിന്ന് പോയാൽ മതിയാവളെന്ന് പറയാം. ഇത് കേട്ടത് അനാർക്കലി പറഞ്ഞു, ഞാൻ പോകാനാ. പണം കിട്ടാതെ എന്താളും ഞാൻ പോകത്തില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പണം കിട്ടാതെ പോണെങ്കില് ഇനിയിപ്പൊ നീ എന്നല്ല നിന്റെ ഇപ്പൊ ആര് വന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ലെന്ന് പറയാം. ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയും. ഗോവിന്ദനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോവെന്ന് പറയാം. ഇത് കേട്ടാ പെട്ടെന്ന് രാധികാൻ പറഞ്ഞു, അനാർക്കലി ചതിക്കരുത്, നിനക്കറിയാലോ. ഇതേ അവനൊന്നും സത്യങ്ങളൊന്നും അറിയില്ല. അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം. അപ്പൊ നീ അങ്ങോട്ട് സൂചിച്ച് ജീവിക്കണം. എന്റെ ജീവിതം ഇങ്ങനെ പോയിക്കോട്ടെ എന്ന്. 1 2 വർഷമല്ല, വർഷങ്ങളോളം ഞാൻ ജയിലിൽ കിടന്നേ, അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിന്നെ സൂചിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് തരാനുള്ള പൈസ തന്നോ ഒരു കുഴപ്പമില്ല. നിന്നെ മാത്രമല്ല ആ ഭദ്രനെ, അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു, അതെ ദൈവത്തെ ഓർത്ത് നീ പണം തരാന്ന് പറഞ്ഞ് ഞാൻ തരൂന്ന് പറയാണ്. ഈ സമയത്താണ് അയ്യപ്പേണ്ണ അങ്ങോട്ട് വന്നത്. അയ്യപ്പേണ്ണ കണ്ടതും രാധികമ്മ പെട്ടെന്ന് അങ്ങോട്ട് വിഷയം മാറ്റുവാണ്. ഈ സമയം അനാർക്കലി അയ്യപ്പേട്ടനെ ഒന്ന് നോക്കി. അയ്യപ്പേടൻ പക്ഷെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കാരണം അയ്യപ്പേട്ടൻ അറിയാം തനിക്ക് സത്യങ്ങളൊക്കെ അറിയാം. പക്ഷെങ്കിൽ രാധികാമ്മയുടെ വിചാരം എന്താ, തനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ള
ഇതാ. കാരണം അയ്യപ്പേട്ടൻ മനസ്സ് കുറെ സത്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, കുറെ രഹസ്യങ്ങളൊക്കെ, ആർക്കും അറിയത്തില്ലാത്ത പല രഹസ്യങ്ങളും അയ്യപ്പേട്ടന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇതുവരെ അയ്യപ്പേട്ടൻ അത് ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. ഗോവിന്ദനോടോ മറ്റാരോടും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. കാരണം അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലൊരു കുടുംബ പ്രശ്നം ഉണ്ടാവും. ഈ കുടുംബം രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നുള്ള കാര്യം അയ്യപ്പേട്ടന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രം അയ്യപ്പേട്ടൻ അതിനെക്കുറിച്ചൊന്നും പറയാനും പോയില്ല. ഈ സമയത്ത് അനാർക്കലിയുടെ വരവിന് പിന്നില് എന്തോ വലിയൊരു ഉദ്ദേശം ഉണ്ടെന്ന് അറിയാം. ഈ സമയം രഞ്ജു അയ്യപ്പനോട് വന്ന് ചോദിച്ചു, അല്ല അയ്യപ്പേട്ട, ഇതെന്താ രാധികാമ്മയായിട്ട് അനാർക്കലി സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കാം. അതെങ്ങനെ എനിക്കറിയാൻ പറ്റും, അത് അവർക്കല്ലേ അറിയുള്ളൂ എന്ന് പറയാം. ഈ സമയം രഞ്ജുവിന് എന്ത് സംശയം, ഒരു പക്ഷെ പറയണോ, ഇനിയിപ്പൊ അമ്മയോട് വിളിച്ച് പറയണോ എന്താന്ന് അറിയത്തില്ല. ഇനി അയ്യപ്പേട്ടൻ പറഞ്ഞ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു പക്ഷേങ്കില് ഇനിയിപ്പം ഗോവിന്ദനോട് പറയണ്ടെന്ന് പറയോ, ആ ഒരു 100 ചിന്തകൾ രഞ്ജുവിന്റെ മനസ്സിലുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഗോവിന്ദണ്ണം വരുമ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മാക്സിമം അനാർക്കലിയുടെ കാലെ കയ്യെ പിടിച്ചു നോക്കി അവരെങ്കിലും പറഞ്ഞു വിടാൻ പറ്റുമെന്ന്. പക്ഷെ അവർ ഒറ്റക്കാലം തന്നെ നിൽക്കുക. അനാർക്കലിക്ക് അറിയാം താൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഇവിടെ എന്തെങ്കിലും കുതന്ത്രം ഒപ്പിക്കും, ഗോവിന്ദന്റെ മനസ്സ് മാറ്റുകയും ചെയ്യും. 10 കോടി രൂപ തനിക്ക് തരുവാണെങ്കിൽ താൻ ഇവിടെ നിന്ന് ഇറങ്ങത്തോളെന്നും പറഞ്ഞ് അവിടെ നിൽക്കുവാണ്. ഈ സമയത്താണ് ഗോവിന്ദും ഗീതവും കൂടെ വരുന്ന വഴിയിലെല്ലാം ഗീതന്റെ നെഞ്ചിനകത്ത് ഒരു ഇരിപ്പായിരുന്നു. ഗീതു ആണെങ്കിൽ ഗോവിന്ദൻ ഒരു കാരണവശാലും പ്രിയ അറിയാലോ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷെ വിനോദിന്റെ കാറ് കൊണ്ട് അവന്മാരെന്തേലും വെച്ചാണോ അതിനകത്ത്. ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ കാര്യം ഞാൻ പറയാം, വിനോദിന് എന്തോ ഒരു കള്ളത്തരം ഉണ്ടായിരുന്ന പോലെ തോന്നുന്നേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കത്തില്ലോ എന്ന് പറയാം. വിനോദിന്റെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്ന പറയണേ. കാരണം കാറ് കൊണ്ടുപോയ അവന് വിനോദിന്റെ കൂട്ടുകാരനാ. ഇനിയിപ്പോ ഇവര് തമ്മിൽ ചേർന്ന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ, പ്രോഗ്രാം മീൻസ് ഇവര് തമ്മിൽ ചേർന്നിട്ടാണോ ഈ ബിസിനസ് നടത്തുന്നതെന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തന്റെ ആങ്ങളനെയാണ് പിടിച്ചിരിക്കുന്നത്. നാളെ മിക്കവാറും പത്രത്തില് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വാർത്ത വരും. അത് തന്നെ മാത്രമല്ല ബാധിക്കുന്നത്, ഗോവിന്ദനെ ബാധിക്കുന്ന കാര്യമാണ്, ഈ കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റക്കല്യാണം അവളെ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഗോവിന്ദയുടെ നാളെ മുതൽ എല്ലാവരുടെയും മുന്നിൽ എങ്ങനെ തല കൊടുത്ത് നിൽക്കുമെന്നും അറിയത്തില്ല. പിന്നെ ഇതിന്റെ പേരിൽ ഗോവിന്ദന്റെ ബിസിനസ്സെ വരെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അതൊക്കെ ഓർത്തപ്പോ ഗീതുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കാതിരിക്കുക, എന്താണെന്ന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം. അപ്പോഴേക്കിങ്ങനെ ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു പ്രിയക്കാണെങ്കിൽ അറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ്. പ്രിയയും വിനോദും കൂടെയാണ് ആദ്യം അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് വിനോദിന്റെ മൊത്തം ടെൻഷൻ മാറിയിട്ടില്ല. ഈ സമയത്ത് പ്രിയ ചോദിച്ചു, എന്താ വിനോദേ, നീ കാര്യം എന്താന്ന് പറ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അല്ലെ നിന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലായിരിക്കണം എന്ന് ചോദിക്കുക. ഇത് കേട്ട വിനോദ് പറഞ്ഞു, ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞില്ലേ എന്ന് പറയാണ്. പിന്നീട് പ്രിയ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് പ്രിയ എന്ത് ചെയ്യാണ്, പോയി ന്യൂസ് വെക്കുവാണ്. ന്യൂസ് വെക്കുന്ന സമയത്താണ് ആ ഒരു വാർത്ത കാണുന്നത്. കാരണം കാറ് പിടിച്ചു, കഞ്ചാവുമായിട്ട് പ്രദീപ് ഒളിവിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിനോദിന്റെ ഫോട്ടോസ് ആയതും കാണിക്കുന്നു. ഇത് കേട്ടതും ഇത് കണ്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം പെട്ടെന്ന് തന്നെ പ്രിയ വിനോദിനെ അന്വേഷിച്ച് അങ്ങോട്ട് വരുവാണ്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് അവിടെ നിൽക്കുന്ന കണ്ടു. വിനോദിന്റെ അടുത്തേക്ക് പ്രിയ എന്നിട്ട്, ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ, അപ്പൊ ഇതായിരുന്നു വിനോദിന്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് വിനോദ് പറഞ്ഞു, എന്ത്, ഞാൻ കണ്ടു, ഞാൻ ന്യൂസ് കണ്ടെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട വിനോദേ, എനിക്കിപ്പൊ എല്ലാം മനസ്സിലായെന്ന് പറയാം. ഈ സമയത്താണ് ഗോവിന്ദും ഗീതവും കൂടെ അങ്ങോട്ട് വന്നിറങ്ങുന്നത്. അപ്പൊ രാധികാമ്മ മോളത്ത് ജനലിൽ കൂടെ കണ്ടു അവര് വന്നിറങ്ങുന്നത്. പെട്ടെന്ന് അനാർക്കലിയോട് പറഞ്ഞു, ദേ അനാർക്കലി, ഒരു കാര്യം ഞാൻ പറയാം, നീ ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെടുക, ദേ അവര് വന്നിറങ്ങിയിട്ടുണ്ട്. ഇത് കേട്ട അനാർക്കലി പറഞ്ഞു, ഇത്ര സ്പീഡപ്പില് ഗോവിന്ദ് ഇങ്ങോട്ട് വരണമെങ്കിൽ അതിന്റെ പിന്നെ മിക്കവാറും അയ്യപ്പേട്ടനായിരിക്കും. അയ്യപ്പേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര സ്പീഡിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ് ഉറപ്പായിട്ടും എന്നെ കാണാൻ വരുമെന്ന് പറയാം. ഇത് കേട്ടൻ രാധികാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്ന് മാറാൻ ഇറക്കലി, ഡേ എനിക്ക് ഒറ്റ അവസരം കൊടുത്താ, നിന്നെ ഒരു കാരണവശാലും കാണില്ല, നീ അങ്ങോട്ട് മാറിപ്പോ, അവിടെ എവിടെയെങ്കിലും മാറിയൊന്നിരിക്കുക, ഞാനൊരു സമ്പാദനം ഉണ്ടാക്കി തരാം. ഇപ്പൊ ദൈവത്തെ ഓർത്ത് അവന്റെ കൺമുന്നിൽ പോയി പെടലെന്ന് പറഞ്ഞിട്ട് അനാർക്കലിയുടെ കാല് വീണ് അപേക്ഷിക്കാണ്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് അനാർക്കലി അങ്ങോട്ട് മാറി. അനാർക്കലി അങ്ങോട്ട് പോയപ്പോ രാധികാൻ ഓർത്ത്, എന്റെ ഭഗവാനെ, ഒരു കാരണവശാലും അവന്റെ മുന്നിലെങ്ങും ചെന്ന് പെടാതിരുന്നാൽ മതിയായിരുന്നു. ഈ സമയത്താണ് ഗോവിന്ദും ഗീതവും കൂടെ അങ്ങോട്ട് അകത്തേക്ക് കയറി വരിക. ഈ സമയം പ്രിയയും വിനോദം ഒന്നും രണ്ടും പറഞ്ഞ് അതിനെ ചൊല്ലി വഴക്കായി. പ്രിയക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നത്. പിന്നീട് പ്രിയ പറഞ്ഞു, ഉറപ്പായിട്ടും ഞാനിത് ഗോവിന്ദനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാം. ഇത് കേട്ടോ വിനോദ്, നീ പറഞ്ഞു കൊടുക്കുവോ, അന്ന് എനിക്കൊന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് വിനോദുമായിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും വിനോദം എന്ത് ചെയ്യണം, പിടിച്ച് ഒറ്റ തള്ള അങ്ങോട്ട് കൊടുക്കുവാണ്. പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ അവിടെ വെച്ചായിരുന്നു. തങ്ങ തള്ളിയതും എന്ത് ചെയ്യുവാണ്, എടുത്തടിച്ച പോലെ വീഴുവാണ് പ്രിയ. പിന്നീട്
ഗോവിന്ദന്റെ കാൽച്ചോട്ടിലേക്ക് പ്രിയ വന്ന് വീഴുന്നു. ഒരു നിമിഷം ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടിത്തെരിച്ചു ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗീതും കൂടെ എന്താന്ന് പോലും മനസ്സിലാക്കാൻ ഒരു സമയം പോലും കിട്ടിയിരുന്നില്ല. പിടിച്ച് തള്ളുന്ന മാത്രം കണ്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പ്രിയനെ കോരിയെടുത്ത് വിളിക്കുവാണ്. വിളിച്ചിട്ട് അവൾക്ക് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. ഈ സമയം ഗീതു പറഞ്ഞു, ഗോവിന്ദേട്ടാ പ്രിയനെ എടുക്കുക, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാ. സമനില തെറ്റിയ പോലെയായിരുന്നു ഗോവിന്ദ് ആ സമയത്ത്. പെട്ടെന്ന് തന്നെ ഗോവിന്ദും ഗീതു എല്ലാരും കൂടെ ചേർന്ന് പ്രിയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം രാധികാമ്മ എല്ലാരും വന്നു. എല്ലാരും കണ്ടു പ്രിയയുടെ അവസ്ഥ. അങ്ങനെ എല്ലാരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. എങ്ങനെ തീരും എന്തായി തീരും എന്ന് അറിയത്തില്ല. ഉറപ്പായിട്ടും കുഞ്ഞു മരിക്കും. പ്രിയയുടെ കുഞ്ഞു മരിക്കുകയും ചെയ്യും. പ്രിയ കോമ സ്റ്റേജിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ വരാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോ വിനോദ് തന്നെയാണോ മയക്കുമരുന്ന് കേസിലെ പ്രതി, അതോ ഇനിയിപ്പോ അതോടൊപ്പം വരണുണ്ടോന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.